ബാലചന്ദ്രനാണെങ്കിൽ മനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ രോഹിത്തും അലീനയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പറയാണ് കേട്ടോ. ഇങ്ങനെ ഹരി അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് പൈസ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് റിങ് കൊടുത്ത കാര്യമൊക്കെ പറയാണ്. പക്ഷെ അത് ഗോൾഡൊന്നല്ല, അത് വേറെ കാര്യം, അവൻ അവളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറയാണ്. അവൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് അലീനയെ കാണാൻ, ക്ലാസ് കട്ട് ചെയ്തൊക്കെ വരാറുണ്ട്. ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, മുത്തശ്ശിയുടെ കാര്യം നിനക്കറിയാലോ, കാല് വയ്യാണ്ട് കിടക്കല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം മനുവിന് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യമാണോ അങ്കിളേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ സത്യമാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഞാനതിന് ദൃക്സാക്ഷിയൊന്നുമല്ല, പക്ഷേ രോഹിത് പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയാണ്. പിന്നെ അലീനയോട് ചോദിച്ചപ്പോൾ അവർക്കും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിന്നോടും കൂടി ഈ കാര്യങ്ങളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. ഹരി അവിടെ ഇല്ലല്ലോ അവനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവൻ പാതിരാത്രിയല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ അവനോട് ചോദിച്ചു ഒന്ന് ക്ലാരിഫൈ ചെയ്യായിരുന്നു എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ കഴക്കൂട്ടത്ത് പോയിട്ട് അലീനേനെ വിളിച്ചു കൊണ്ടുവന്നത്, അപ്പം നീയും കൂടെ കാര്യങ്ങൾ അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ, നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മനുവിനോട്. അപ്പോൾ നിനക്ക് ടെൻഷനായി കാണും എന്നൊക്കെ അറിയാം, എനിക്കറിയാമെന്നും ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ മനുവിനാണെങ്കിലും ഒന്നും പറയാനില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ എന്നാ നീ വെച്ചോ എന്ന് പറയും, കാര്യങ്ങൾ നീയും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയും. മനു ആണെങ്കിൽ കോള് കട്ട് ചെയ്ത ശേഷം ആകെ സങ്കടത്തിലാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് സംസാരിച്ചിരുന്ന ആ ഓരോ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നീട് വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രനോട് പറയാണ്, ഇത്രയും പറഞ്ഞത് നന്നായി എന്നിങ്ങനെ പറയും കേട്ടോ. അവനായിരുന്നല്ലോ അച്ഛൻ്റെ അന്ത്യാഭിലാഷാണെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ ഭയങ്കര തിരക്കുണ്ടായിരുന്നത്. അന്നേ ഞാനും കമലേട്ടത്തിയൊക്കെ പറഞ്ഞതാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിനോട് പറയാണ്, അത് മനസ്സിലെ നേരും നെറിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ മോശം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം വരും, പിന്നെ അസൂയയും കുശുമ്പൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും, നീ ഇങ്ങനെ ആനന്ദിക്ക് അർമാദിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോൾ വൈജയന്തി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നോട് തട്ടി കയറാൻ എന്നിട്ടോ. പിന്നീട് അലീനയാണെങ്കിലും രാവിലെ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് ചായ എന്ന് പറഞ്ഞങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഞാൻ പോവാണ്, ഇനി പോകുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടുന്ന് പെട്ടെന്ന് പോവേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിത് എൻ്റെ വീടും എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും മുത്തശ്ശിയൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളവരെ കണ്ടിട്ടുള്ളത് എന്ന് പറയുകയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് സ്നേഹവും പരിഗണനയും കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണന പോലും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ബാലചന്ദ്രനും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അലീന പറയുന്നതൊക്കെ കേട്ടിട്ട്. അലീനയാണെങ്കിലും പിന്നെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്, കറി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വൈജയന്തി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ എടുക്കുന്നത്, രാവിലെ നിന്നോട് പോകാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, എൻ്റെ ജോലി അരമണിക്കൂർ കൊണ്ട് തീരും, ഇങ്ങനെ കുട്ടികൾക്ക് സ്കൂളിലും അതുപോലെ തന്നെ മാഡത്തിന് ബാങ്കിലും സാറിന് ഓഫീസിലൊക്കെ പോവേണ്ടതല്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും ജോലിയൊക്കെ തീർത്തിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ പോകുമെന്ന് പറയാനുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിൽക്കാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ അലീന ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ എന്തായാലും വൈജയന്തി അലീന ജോലി ചെയ്യുന്നതൊക്കെ കുറച്ച് സമയം അവിടെ നോക്കി നിന്നിട്ട് അങ്ങ് തിരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അലീനയാണെങ്കിലും പ്രജിത്ത മമ്മിയുടെ ഫോട്ടോ എടുത്തിട്ട് മമ്മീനോട് ഇങ്ങനെ സോറിയൊക്കെ പറയുകയാണ് കേട്ടോ. മമ്മിയാണല്ലോ അവിടേക്ക് അലീനേനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അലീന സോറി പറയുന്നത്. എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ മമ്മി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അലീന മമ്മീനോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആരോടാ മോളെ സംസാരിക്കുന്നതെന്ന് ചോദിക്കട്ടെ. അപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആളോടാണ് എന്ന് പറഞ്ഞിട്ട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും ആകെ വിഷമാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, സൗദാമിനി അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ദൈവം, അതുകൊണ്ടാണ് മോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അവർക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുത്തശ്ശീനെ കാണാൻ വരും പോയിട്ടുണ്ടെങ്കിലും എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, മോളെ എവിടെ പോയാലും മുത്തശ്ശിയുടെ അനുഗ്രഹം മോൾക്കുണ്ടാവും, മോൾ ഈ വീട്ടിൽ വേലക്കാരിയായി നിൽക്കേണ്ടവളല്ലാന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നന്നായിട്ട് തന്നെ മുത്തശ്ശിയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെ പോയാലും മോൾക്ക് നല്ലതേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അലീന പോകുന്നതിൽ മുത്തശ്ശിക്കും മുത്തശ്ശീനെ വിട്ട് പോകുന്നതിൽ അലീനയ്ക്കും ഭയങ്കര സങ്കടമുണ്ട്. അതിനുശേഷമാണ് പിന്നീട് വൈജയന്തി അവിടേക്ക് വരുന്നത്. വൈജയന്തി വന്നിട്ടാണെങ്കിൽ അലീനയുടെ അടുത്ത് വന്നിട്ട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, നിന്നെ ബാലചന്ദ്രൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും എന്ന് പറയും കേട്ടോ. എന്നിട്ട് അലീനയുടെ സാലറി കൊടുക്കുകയാണ്, അത് അലീന വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിൻ്റെ തോന്നിയാസത്തിനാണെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ അലീന അത് വാങ്ങിക്കുന്നില്ല, ഈ പണം എനിക്ക് വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ
എന്താ വൈജി നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇവൾക്ക് ഈ പണം വേണ്ടായിരിക്കും, പലതവണയായിട്ട് ബാലചന്ദ്രന്റെ അടുത്തുനിന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, 1-2 രൂപയല്ല 2500 രൂപയാണ് ഇവൾ അടിച്ചു മാറ്റിയിട്ടുള്ളത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പം അലീനയ്ക്കും അതിങ്ങനെ കേൾക്കുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ വൈജയന്തി സാലറി കൊടുത്തല്ലോ, ആ ക്യാഷിൽ നിന്ന് 2500 രൂപ എടുത്തിട്ട് വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പണം മോഷ്ടിച്ചു എന്ന് മാഡത്തിന് ഉറപ്പുണ്ടെങ്കിൽ, പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഈ പണം മാഡം വാങ്ങിച്ചേ പറ്റുള്ളൂ, എന്നാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിന്നോട് പലതവണയായിട്ട് ഞാൻ ചോദിച്ചതാണല്ലോ നീ പണം എടുത്തോ എന്നുള്ളത്, അപ്പോൾ നീ അത് സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീന അത് സമ്മതിക്കുകയാണ് കേട്ടോ. ഞാൻ എടുത്തത് തന്നെയാണ് മാഡം, ഈ പണം വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ്, ഞങ്ങൾക്കൊന്നും വേണ്ട ഈ ക്യാഷ്, നീ ആർക്കെങ്കിലും കൊണ്ടുപോയി ദാനം കൊടുക്കുന്ന അങ്ങനെ ദേഷ്യത്തിൽ അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാഡം ഈ പണം വാങ്ങിച്ചാൽ തന്നെ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, നീ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്നല്ലേ പണം എടുത്തത്, അതുകൊണ്ട് ബാലചന്ദ്രൻ്റെ കയ്യിൽ തന്നെ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അലീനയുടെ ബാഗ് ചെക്ക് ചെയ്യാൻ പറയാണ് കേട്ടോ വൈജയന്തിനോട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വിലപിടിപ്പുള്ള വല്ല സാധനങ്ങളും മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പിറകെ വന്ന് അപമാനിക്കരുത്, ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് ചാടി തുള്ളി പോവാണ് കേട്ടോ. ബാഗൊന്നും പരിശോധിക്കാനൊന്നും നിൽക്കുന്നില്ല, ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് അലീനയാണെങ്കിലും നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ആ ക്യാഷ് ഇങ്ങനെ ബാലചന്ദ്രന് കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനിത് സാറിൻ്റെ അടുത്ത് നിന്ന് പല തവണയായിട്ട് മോഷ്ടിച്ച പൈസയാണ്, ഇത് സാറ് വാങ്ങിക്കണം എന്ന് പറയട്ടെ. അപ്പോൾ ബാലചന്ദ്രനും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ശരിക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ശരിക്കും മോഷ്ടിച്ചതാണോ എന്നായിരിക്കും ബാലചന്ദ്രൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും വൈജയന്തിയും ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. വൈജയന്തി പറയാണ്, അവളെന്തായാലും അവൾ തന്നെയാണ് എടുത്തതെന്നുള്ള കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു, ഇനി ആ പണം വാങ്ങിച്ച ബാലേന്ദ്ര എന്ന് പറയും കേട്ടോ. അപ്പോൾ എത്രയായിട്ടും ബാലേന്ദ്രൻ അത് വാങ്ങിക്കുന്നില്ല. അലീനയാണെങ്കിലും കുറ്റം സമ്മതിക്കുകയാണ് കേട്ടോ, അലീന എടുത്തതാണ്, എൻ്റെ കള്ളത്തരം നിങ്ങൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ പൈസ തിരികെ തരാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അത് വാങ്ങിക്കാതെ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, സാറേ ഈ പണം വാങ്ങിച്ചാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും അലീനയുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വൈജയന്തി അലീനയോട് ചോദിക്കുകയാണ്, ഇനി നിനക്ക് പോവാലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും എല്ലാവരോടും ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണ്, ബാഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്ന്. അപ്പോൾ അലീന വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് പിന്നെ ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൃഷ്ണമോളോടും ബബിതനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ എൻ്റെ അനിയത്തിമാരെ പോലെയാണ് കണ്ടത്, ചേച്ചി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത്, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. ബബിതയ്ക്കൊരു പുച്ഛഭാവമാണ്, കൃഷ്ണമോൾക്ക് നല്ല സങ്കടം കേട്ടോ അലീന പോകുന്നതിൽ. പിന്നീട് രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, എന്നെക്കുറിച്ച് നിന്നോട് ഹരി എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഹരിശങ്കർ പറഞ്ഞ ആ രീതിയിലുള്ള ഒരു പെണ്ണൊന്നല്ല ഞാൻ, ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ വിട്ടില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ല, നീ വഴി തെറ്റി പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് പറയുമ്പോൾ വൈജയന്തി കളിയാക്കിക്കൊണ്ട് പറയാണ്, ഉപദേശിക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിനോട് അലീന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങ് അലീന ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത്, ഞാൻ പോവാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അലീന പോകുന്നതിൽ. പിന്നെ അലീന പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ ചിലപ്പോൾ ബാലേന്ദ്രന് വന്നിട്ടുണ്ടാവും. അലീന പോവാനായിട്ട് തുടങ്ങുന്ന ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ള കളിയൊക്കെ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചോദ്യം ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും. മനു ഇങ്ങനെ എല്ലാവരെയും മുന്നിൽ രോഹിത്തിനെയും അതുപോലെ തന്നെ ഹരീനെയൊക്കെ നിർത്തി ചോദ്യം ചെയ്യുന്നതൊക്കെ ഉണ്ടായിരിക്കും. അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ശേഷം അലീനേനെ അകത്തേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടുപോകുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അലീനയുടെ കൈ പിടിച്ച് ആ ബാഗും കയ്യിൽ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ മനു അലീനയെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് കാണുന്ന വൈജയന്തിക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ മനുവിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവൾക്ക് വേണ്ടി സംസാരിക്കാൻ നീ ഇവളുടെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായ ശേഷം ബാലചന്ദ്രനാണെങ്കിലും അലീനയുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അലീന പോകുന്നില്ല എന്നറിഞ്ഞതിൽ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും. നാളത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.